ശ്രീ മൂകാംബിക ഡിവോട്ടി ട്രസ്റ്റിൽ നിന്നും ഒരു ഡയറി, മൂകാംബിക അമ്മയുടെ ഡയറിയും ഒരു ഫോട്ടോ, കുങ്കുമം, അങ്ങനെ ഒരു കലണ്ടറെല്ലാം കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് പറഞ്ഞാൽ മതി കേട്ടോ. എന്തായാലും എങ്ങനെയാണെന്നുള്ളത് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം. ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മൂകാംബിക ദേവിയുടെ കഥയാണ്. ശംഖുചക്ര അഭയ വരദഹസ്തിയായി പദ്മാസനസ്ഥിതിയാണ് ശ്രീലകത്ത് ഭഗവതിയായ മൂകാംബിക ദേവി. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തെക്കുറിച്ചുള്ള പുരാണം നമുക്ക് നോക്കാം. രാക്ഷസ ചക്രവർത്തിയായ മഹിഷാസുരൻ ത്രിലോകങ്ങളും കീഴടക്കി സ്വർഗത്തിൽ ആധിപത്യം സ്ഥാപിച്ചപ്പോൾ ദേവന്മാർക്ക് സ്വർഗത്തിലെ സ്ഥാനം പോയിരുന്നു. അവരെല്ലാവരും കൂടി ബ്രഹ്മാവിൻ്റെ അടുത്തെത്തി. ബ്രഹ്മാവ് പരമശിവനെയും കൂട്ടി പാലാഴിയിലെത്തി മഹാവിഷ്ണുവിനെ അഭയം പ്രാപിച്ചു. അങ്ങനെ മഹാവിഷ്ണുവിൻ്റെ അഭിപ്രായപ്രകാരം മഹിഷാസുരനെ പുരുഷന്മാരാൽ നിഗ്രഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് മഹിഷനെ നിഗ്രഹിക്കാൻ കുടജാദ്രിയിലെത്തി കോലമഹർഷിയെയും കൂട്ടി സർവേശ്വരിയായ ആദിപരാശക്തിയെ കണ്ട് പ്രാർത്ഥിച്ചു. ഇവരുടെ അപേക്ഷപ്രകാരം ദുർഗാ ഭഗവതി മഹിഷാസുരനെ വധിച്ച് തേജോരൂപിണിയായി നിന്നു. ഈ സമയം ത്രിമൂർത്തികൾ പ്രത്യക്ഷപ്പെട്ട് ക്ഷേത്ര കേന്ദ്രത്തിൽ ജ്യോതിർമയിയായ ശ്രീചക്രമുണ്ടാക്കി. ഭൂമിയുടെ രക്ഷയ്ക്കായി മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി ഐക്യരൂപത്തിൽ പരാശക്തിയെ പ്രതിഷ്ഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. പിന്നീട് ദേവലോകം നശിപ്പിക്കാൻ ശക്തിയും അമരത്വവും നേടാനായി കംഹാസുരൻ മഹാദേവനെ തപസ്സു ചെയ്യുന്നു. ഇതുകണ്ട് ദേവന്മാർ പരാശക്തിയെ വീണ്ടും അഭയം പ്രാപിക്കുകയാണ്. ഈ സമയം കംഹാസുരന് തപസ് നൽകാനായി മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ കംഹാസുരൻ്റെ നാവിൽ കുടിയേറിയ ഭഗവതി അസുരനെ മൂകനാക്കി, സംസാരിക്കാൻ പറ്റാതെയാക്കി. മൂകനായ അസുരന് വരമൊന്നും ചോദിക്കാൻ കഴിഞ്ഞില്ല. കംഹൻ അതിനുശേഷം മൂകാസുരൻ എന്നും അറിയപ്പെട്ടു. കംഹനെ മൂകനാക്കിയതിനാൽ ദേവിക്ക് മൂകാംബിക എന്നും പേര് വന്നു. എന്നാൽ അസുരന് തൻ്റെ ലക്ഷ്യത്തിന് വിഘ്നം വന്നപ്പോൾ വളരെയധികം കോപിതനായി. മൂകാസുരൻ ദേവലോകം ആക്രമിച്ചു. പിന്നീട് ഭഗവതി മൂകാസുര നിഗ്രഹം നടത്തുകയായിരുന്നു. ഇങ്ങനെ ത്രിമൂർത്തികൾ ആദിപരാശക്തിയെ കൊല്ലൂരിൽ കുടിയിരുത്തുകയും ചെയ്തു. പിന്നീട് ശങ്കരാചാര്യർ ഇവിടെ എത്തി തപസ്സു ചെയ്ത് ഭഗവതിയെ പ്രത്യക്ഷപ്പെടുത്തി. അദ്ദേഹം കണ്ട സ്വരൂപത്തിൽ ദേവിയെ ഉണ്ടാക്കി പ്രതിഷ്ഠിച്ചതാണ് ഇന്ന് കാണുന്ന 4 കരങ്ങളോടുകൂടിയ ഭഗവതിയുടെ പ്രതിഷ്ഠ എന്നും വിശ്വാസമുണ്ട്. പൂജയ്ക്ക് വേണ്ടതെല്ലാം ഒരുക്കി വെച്ചിട്ടാണ് മേൽശാന്തി രാത്രിയിൽ നട അടയ്ക്കുന്നത്. അത് കഴിഞ്ഞ് ദേവന്മാരുടെ പൂജകൾ നടക്കുന്നതായി വിശ്വസിക്കുന്നു. മൂകാംബിക സന്നിധിയിൽ എത്തണമെങ്കിൽ ഭഗവതി വിളിക്കണം എന്നാണത്ര വിശ്വാസം. എന്നാൽ ഇതിൻ്റെ പുറകിൽ വേറൊരു കഥ കൂടിയുണ്ട്. നമ്മുടെ ശങ്കരാചാര്യർ ഇങ്ങനെ അവിടെ വന്ന് തപസ് ചെയ്യുന്ന സമയത്ത് ആദിപരാശക്തി മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണ്. അപ്പോൾ എന്ത് വരം വേണം എന്ന് ചോദിക്കുമ്പോൾ ശങ്കരാചാര്യർ പറയുന്നത്, കേരളത്തിൽ സരസ്വതി ക്ഷേത്രമില്ല, അതുകൊണ്ട് കേരളത്തിലേക്ക് ദേവി വരണം എന്ന് പറയും. അപ്പോൾ രണ്ടുപേരും കൂടിയിട്ട് കേരളത്തിലേക്ക് വരുന്ന സമയത്ത് ദേവി ഒരു കാര്യം പറയും. ശങ്കരാചാര്യർ മുൻപിൽ നടക്കണം, ദേവി പുറകിലുണ്ടാവും. എന്ത് ശബ്ദം കേട്ടാലും തിരിഞ്ഞു നോക്കരുത്. തിരിഞ്ഞു നോക്കിയാൽ എവിടെ നിന്നാണോ തിരിഞ്ഞു നോക്കുന്നത് അവിടെ ഞാൻ ഇരിക്കും എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി നടക്കുകയാണ്. ശങ്കരാചാര്യർ മുന്നിലും പുറകിലായിട്ട് ദേവിയെ നടക്കുകയാണ്. ഈ സമയത്തൊക്കെ ആയിരിക്കാം അസുരവധം നടക്കുന്നത്. എന്നാൽ കുറേ സമയം കഴിഞ്ഞ് ദേവിയുടെ ചിലങ്ക ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ശങ്കരാചാര്യർക്ക് അതറിയാം, ദേവി തൻ്റെ കൂടെ തന്നെ വരുന്നുണ്ടെന്ന്. പെട്ടെന്നാണ് ചിലങ്ക ശബ്ദം കേൾക്കാതിരിക്കുന്നത്. അത് സൗഭർണിക നദിയുടെ തീരത്ത് എത്തിയിരുന്നു. ചിലങ്ക ശബ്ദം കേൾക്കാതെയായപ്പോൾ ശങ്കരാചാര്യർ തിരിഞ്ഞു നോക്കുകയാണ്. അറിയാതെ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ദേവി അവിടെ തന്നെ നിൽക്കുകയാണ്. ഇനി ഞാൻ കൂടെ എനിക്ക് വരാൻ പറ്റില്ല, ഞാൻ ഇവിടെ തന്നെ ഇരിക്കുകയാണെന്ന് പറയുന്നു. അങ്ങനെയാണ് അത്ര മൂകാംബികയിൽ ദേവി ഇരിക്കുന്നത്.
പിന്നീട് വീണ്ടും പ്രാർത്ഥിച്ച് യാചിക്കുകയാണ്, എന്തായാലും എൻ്റെ കൂടെ വരണം, കേരളത്തിലേക്ക് വരണം എന്ന് പറഞ്ഞ് ശങ്കരാചാര്യരുടെ യാചനയിൽ വളരെയധികം ഭക്തിയിലും അങ്ങനെ കൂടെ പോവുകയാണ് ദേവി. എന്നും രാവിലെ ഞാൻ അവിടെ ഉണ്ടാകും, അതായത് ചോറ്റാനിക്കരയിൽ ദർശനം നൽകാമെന്നും പറഞ്ഞ് ദേവി അനുഗ്രഹിക്കുകയാണ്. അങ്ങനെയാണത്രേ ചോറ്റാനിക്കരയിൽ രാവിലെയാണ് ദേവിയുടെ ദർശനം. അത് കഴിഞ്ഞിട്ട് മൂകാംബികയിലായിരിക്കും ദേവി ഉണ്ടാവുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഡയറി, ദേവിയുടെ ഒരു ഫോട്ടോ, അതുപോലെ അവിടുത്തെ കുങ്കുമം, ഒരു കീ ചെയിൻ കൂടി വരുന്നുണ്ട്. മൂകാംബിക അഷ്ടകം ഉൾപ്പെടുത്തിയ ഡയറിയാണ്. കുറേ ഫോട്ടോസ് എല്ലാം ആ ഡയറിയിൽ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പറയൂ കേട്ടോ. എന്തായാലും ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല, എനിക്ക് കിട്ടിയതാണ്. ഇതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞോളൂ. ഓക്കെ, താങ്ക് യു.